ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിലീപ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു തക്കാളി കറി ഉണ്ടാക്കാം. തക്കാളി കറിയൊക്കെ വളരെ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ എന്ന് വിചാരിക്കും അല്ലേ? എന്നാൽ അങ്ങനെയല്ല. നമുക്ക് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കാം. തക്കാളി കറി ഇത് കുറച്ച് സ്പെഷ്യലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 2-3 തക്കാളി, അത്യാവശ്യം മീഡിയം വലിപ്പത്തിലുള്ള ഒരു 3 തക്കാളി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ നന്നായിട്ടൊന്ന് ചിരകിയെടുക്കാം. പിന്നെ ഒരു സവോള, അത്യാവശ്യം വലിപ്പമുള്ളൊരു സവോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഇത്ര സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആദ്യം ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് വേണ്ടത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഓക്കെ, അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ തേങ്ങയുടെ കൂടെ വേറെ ഒന്നും ചേർക്കുന്നില്ല, വെറും തേങ്ങ മാത്രം ഒന്ന് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് തന്നെ വേവിക്കാം. ഒക്കെ ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഒന്ന് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചൂടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടത് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് അത് വാങ്ങി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കടുക് താളിക്കലാണ് അടുത്ത പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് പാനെടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഓക്കെ, കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു 2-3 വറ്റൽമുളക് ഒന്ന് നടുകെ ഒന്ന് മുറിച്ച് ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്യാം. നമുക്കൊരു 10 ചെറുള്ളി എടുത്തിട്ട് ഇതേപോലെ നന്നായി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക.
ചെറുള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാണ് നമ്മുടെ തക്കാളിക്കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറുള്ളി അത്യാവശ്യം ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തക്കാളി നമ്മുടെ കറിയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കരുത്, ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. ഓക്കെ, നമ്മൾ ഈ കടുക് താളിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമുക്കതിൻ്റെ സ്മെല്ല് ഇങ്ങനെ കിട്ടും. ഓക്കെ, നല്ല കടുക് താളിച്ചതിൻ്റെ എണ്ണയുടെ ഒക്കെ നല്ല മണം വരും. എന്നിട്ട് അതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ തക്കാളി കറിയുടെ ഒറിജിനൽ ടേസ്റ്റ് അങ്ങ് വരുള്ളൂ. ഇത്രേ ഉള്ളൂ നമ്മുടെ തക്കാളി കറി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റ് ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കമൻറ്റ് വഴി. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.